സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരുപാട് പേര് കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഐശ്വര്യമില്ലാതെ, സാമ്പത്തിക അഭിവൃദ്ധിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ നമ്മളിത് പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ളൊരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അല്ലാഹുവേ, പടച്ചവനെ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. കണ്ണീർ ഖബറിലെത്തിക്കുമെന്നാണ്, അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിലും ഇത് ഓതുന്ന വീട്ടിൽ എല്ലാവിധ കണ്ണീറുകളിൽ നിന്നും, എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടും, സാമ്പത്തിക ഞെരുക്കങ്ങളെ തൊട്ടും, സിഹറിൽ നിന്നും, അവന്റെ ജീവിതത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മഹത്തായ സൂറത്ത്. അപ്പൊ ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്? മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് എങ്ങനെയാണ് ഓതാൻ പഠിപ്പിച്ചു തന്നത്, ആ രീതിക്ക് നമുക്ക് ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓതാനുള്ള ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. നമ്മളുടെ ദുആകൾ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ നാം അല്ലാഹുവുമായിട്ട് അടുക്കണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നാം അല്ലാഹുവുമായി അടുക്കണം. നമ്മൾ അല്ലാഹുവുമായി അടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു സുഖമാണ്. പിന്നെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മടി കാണുകയില്ല. അല്ലാഹു നമ്മുടെ ഹൃദയം റബ്ബിലേക്ക് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ ഒരു മടിയും നമുക്കുണ്ടാവുകയില്ല. അത് അല്ലാഹുവുമായിട്ടുള്ള വല്ലാത്ത ഒരു പ്രത്യേക അടുപ്പത്തിലായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള മാറ്റങ്ങൾ വരും. നമുക്ക് തിന്മകൾ ചെയ്യാൻ പിന്നെ ഒരിക്കലും തോന്നുകയില്ല. തിന്മകൾ ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും, നന്മകൾ ചെയ്യാൻ ആവേശമായിരിക്കും. നമ്മൾ അല്ലാഹുവിനോട് അടുത്താൽ അതിൽ പ്രത്യേക ഒരു ഹരമായിരിക്കും. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് നമ്മൾ ദുആ ചെയ്ത് കരഞ്ഞാൽ പിന്നെ അതങ്ങ് ശീലമാകുന്നതാണ്. അല്ലെ, രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്. അത് പിന്നെ അങ്ങ് ജീവിതം ഉള്ളിടത്തോളം കാലം ശീലമാകുന്നതാണ്. പിന്നെ എപ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മയിലായിരിക്കും. അപ്പോൾ അല്ലാഹു നമ്മളുമായി അടുക്കും. ഈ ഒരു ബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. എവിടെ നിന്ന് പറഞ്ഞാലും അത് കേൾക്കുന്നവരാണ് അല്ലാഹു. ഏത് ലോകത്ത്, ഏത് ഭാഗത്ത്, എവിടെ നിന്ന് നമ്മൾ എന്ത് സങ്കടങ്ങൾ പറഞ്ഞാലും അല്ലാഹു കേൾക്കുന്നവരാണ്. നമ്മുടെ ഒരു കുറവുകളും കുറ്റങ്ങളും അല്ലാഹു തആലക്ക് പ്രശ്നമുള്ളതല്ല, ഉറപ്പായും. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒരു മാതാവിന് നമ്മളോട് എത്ര സ്നേഹമുണ്ടാകുമോ അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹം അല്ലാഹു നമ്മളോടുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹുവിന് നമ്മളോടുള്ള സ്നേഹവും കരുണയും എത്രത്തോളമാണ്. നമ്മുടെ ഉമ്മാക്ക് എത്രത്തോളം സ്നേഹമുണ്ടാകുമോ അതിനേക്കാൾ ഒരുപാട് സ്നേഹം പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു നമ്മളോടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഈ ലോകത്ത് ഒരു വിരൽ അനക്കണമെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നമുക്ക് കഴിയുകയില്ല. എല്ലാം ഞാൻ എന്റെ അധ്വാനം, എന്റെ കഴിവ് എന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചു പോകരുത്. നമ്മൾ കാണുന്നില്ലേ, എത്രയോ പേര് നിന്ന നിലയിൽ വീണ് മരണപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? അപ്പൊ എന്റെ കഴിവ് ഒന്നും നമ്മളതല്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഈ ഭൂമിയിൽ എന്ത് നൽകിയിട്ടുണ്ടെങ്കിലും അല്ലാഹു മാത്രമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അല്ലാഹുവുമായി അടുത്തുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്ന ഈ ദിക്റുകളും സലാത്തുകളും ഒക്കെ നമ്മൾ ചൊല്ലിയാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക്, എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ മുൽക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും അല്ലാഹുവിന്റെ റസൂൽ ഓതാതെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അത്രത്തോളം ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. അപ്പൊ സൂറത്തുൽ മുൽക്കിന്റെ ഗുണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇശാ മഗ്‌രിബിനിടയിൽ 3 പ്രാവശ്യം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അപ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം. ഒരുപാട് പേര് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിളിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ, വിഷമങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ 3 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓതുന്ന വീട്ടിൽ എല്ലാ കണ്ണീറുകളിൽ നിന്നും എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടും സാമ്പത്തികമായ ഞെരുക്കങ്ങളെ തൊട്ടും സിഹറിൽ നിന്നും അവന്റെ ജീവിതത്തിന് അസ്വസ്ഥത എടുത്തുന്ന, അവന്റെ ജീവിതത്തെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 3 പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയും അതിനുശേഷം ആ വെള്ളത്തിൽ ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കുകയും നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുകയും കുറച്ച് വെള്ളം വീട്ടിൽ തളിക്കുകയും ബാക്കി വെള്ളം കുളിക്കുകയും ചെയ്യുന്നതോടുകൂടി അവന്റെ പൈശാചികതയും സിഹറും കണ്ണീറും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയും മാരക വൈറസ് രോഗങ്ങളിൽ നിന്ന് ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ശമനം ലഭിക്കുമെന്നും മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ മുൽക്ക് ആരും ഓതാതെ കിടക്കരുത്. ഒരുപാട് എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ മുകളിൽ പറഞ്ഞു തന്നതുപോലെ നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്ക്. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഓതണേ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതുപോലെ നിർത്താതെ നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ ഖുർആനും മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ആൾക്കാർക്ക് സീരിയൽ ഇങ്ങനെ പെട്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. സീരിയലും സിനിമയുമായി നടക്കാതെ അല്ലാഹുവിന്റെ ഖുർആൻ അതിന്റെ മഹത്വം പറഞ്ഞ് ഓതി നോക്കും മുഅ്മിനീങ്ങളെ. വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. വലിയ വിജയം അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിലൂടെ ഒരുപാട് ദിക്റിന്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുകളും ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ വലിയ വിജയം നമുക്ക് കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് വിജയം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അതുപോലെ ഖൈറുകളും എല്ലാം വന്നു ചേരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്തുകളും ദിക്റുകളും സലാത്തുകളും നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഈ ഉപകാരമുള്ള ഈ വീഡിയോകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. നിങ്ങളുടെ സഹോദരങ്ങളിലൊക്കെ അവരെല്ലാം ഈ അറിവുകൾ ശേഖരിക്കുകയും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെടാനും അവന്റെ പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേറ്റാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കാനും മന്നാനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. أرحم الراحمين يا الله. يا പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ് റബ്ബേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ് പറഞ്ഞതല്ലാഹ്. ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില സവാബ്
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകണ ഖബറിലെത്തിക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല പടച്ചവനെ. അതെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, എത്രയോ ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സന്തോഷകരമായ ഭവനങ്ങളിൽ ദീർഘകാലം താമസിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകൾ നേരിടുന്നവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹോദരങ്ങളെ വിദേശ രാജ്യത്താണ്, അവർക്ക് ഞങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹം നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ശരീരങ്ങളിലെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ആറ്റുപറയും ട്യൂബർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നല്ല ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. ഒരു രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സർവ്വാപത്ത് മുസീബത്തുകളേറിയുന്നവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് ഇടങ്ങേറിയുന്നവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി റസൂലിനാ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.